ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കേന്ദ്ര കഥാപാത്രം നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കും. നല്ല ഇടയനെ കുരിശുമായി യോജിപ്പിക്കുന്ന ഒരു മനോഹര വാഗ്മയ ചിത്രമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ വാചകം. ഈ നോമ്പുകാലത്ത് ഈ നല്ല ഇടയനെ തിരുസഭ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു പോകുന്ന നല്ല ഇടയനെ കൂടി ഇതിനോട് ചേർത്ത് വയ്ക്കുന്നത് കുരിശിൻ്റെ വഴിയിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ദിവസവും വിശുദ്ധ കുർബാന കഴിയുമ്പോഴും ഒക്കെ നടന്നു നീങ്ങുന്ന നമ്മുടെ വിചിന്തനത്തിന് കുറേ കൂടി തെളിവ് നൽകുന്നെന്ന് തോന്നുന്നുണ്ട്. ഏത് ജീവിതാവസ്ഥയായാലും തമ്പുരാൻ പറയുന്ന ഒരൊറ്റ വാചകമാണ്: നിങ്ങൾക്ക് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വയം പരിത്യജിച്ച് നിങ്ങളുടെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരുവനെന്ന്. സ്നേഹമുള്ളവരെ, ഒരു വൈദികനായ ഞാനും സന്യാസിനിയായ ഒരു സന്യാസിനിയും കുടുംബസ്ഥരായ മാതാപിതാക്കളുമൊക്കെ ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിൻ്റെ അനുയായികളാണെങ്കിൽ, ക്രിസ്തുവിനെ അനുധാവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരൊക്കെ പോകേണ്ട വഴി കുരിശിൻ്റെ വഴി തന്നെയാണ്. അതല്ല ഈ നോമ്പ് കാലത്ത് നമ്മളെടുക്കുന്ന പ്രധാന പരിത്യാഗകൃത്യങ്ങളിൽ ഒന്ന്. ഒരു വൈദികനായ ഞാൻ എൻ്റെ കടമകൾ ത്യാഗമെടുത്ത് സ്വാർത്ഥം മാറ്റിവെച്ച് നിസ്വാർത്ഥമായി അപരർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് അത് കുരിശിൻ്റെ വഴിയാവുന്നത്, ക്രിസ്തുവിൻ്റെ വഴിയാകുന്നത്, ക്രിസ്തുവിനെ അനുകരിക്കലാവുന്നത്. ഞാൻ നല്ല ഇടയനായി മാറും. ഒരു സന്യാസിനി തനിക്ക് ലഭിച്ചിട്ടിരിക്കുന്ന തൻ്റെ കാരിസം ഉപയോഗിച്ച് ആ സന്യാസ സഭയുടെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ത്യാഗമെടുത്ത് സ്വയം മാറ്റിവെച്ച് അപരർക്ക് വേണ്ടി ഇല്ലാതായി തീരുമ്പോഴാണ് അവിടെയും ഒരു നല്ല ഇടയൻ പിറക്കുന്നത്. ഒരു കുടുംബത്തിൽ ഒരപ്പൻ തൻ്റെ സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മക്കൾക്ക് വേണ്ടി പരിത്യജിച്ച് മക്കൾക്ക് വേണ്ടി പകലന്തിയോളം പണിയെടുക്കുമ്പോഴല്ലേ അപ്പൻ മക്കൾക്ക് മുമ്പിൽ നല്ല ഇടയനാവുന്നത്. അമ്മ വെളുപ്പിനെ എഴുന്നേറ്റ് മക്കൾക്ക് വേണ്ടി അവിടെ ഉറക്കം മാറ്റിവെച്ച് ക്ഷീണം മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുമ്പോൾ, ഭർത്താവിനെയും മക്കളെയൊക്കെ ശുശ്രൂഷിക്കുമ്പോഴല്ലേ അമ്മ അവിടെ നല്ല ഇടയനാവുന്നത്. ഏത് ജീവിതാവസ്ഥയായാലും നല്ല ഇടയനായി തീരണമെങ്കിൽ ഈ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു വരണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ രംഗമാണ് സുവിശേഷം. സ്നേഹമുള്ളവരെ, ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെയൊക്കെ മാതാപിതാക്കളല്ലേ. പണ്ട് കാലത്ത് വിശപ്പിൻ്റെ നോവറിഞ്ഞിരുന്ന ഒരു കാലത്ത് തങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവസാനത്തെ പറ്റും മാറ്റിവെച്ചിട്ട് ആ കലത്തിനടിയിലുള്ള കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് ചോറ് മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് ഇതെനിക്ക് മതി എന്ന് പറഞ്ഞ് മുണ്ട് മുറുക്കി കുത്തിയെടുത്ത് വിശപ്പോടെ കിടന്നുറങ്ങിയുന്ന മാതാപിതാക്കളല്ലേ നമ്മുടെ മുമ്പിലുള്ള വലിയ നല്ല ഇടയന്മാർ. ഒരു കാലത്ത് ഒരു ഇടവകയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതവും ആയുസ്സും ഒക്കെ മുഴുവൻ പരിത്യജിച്ച് ഒരുപാട് വർഷങ്ങളിരുന്ന് ഒരിടവകയെ ഒരുപാട് ഉന്നതിയിലേക്ക് എത്തിച്ച, ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ കാലഘട്ടത്തിൽ ഇടവകത്തിൻ്റെ കൂടെ നിന്ന് അവരെ മുന്നിൽ നിന്ന് അയച്ച വികാരിച്ചമാരൊക്കെയല്ലേ നമ്മൾ നല്ല ഇടയരെന്ന് ചിത്രീകരിക്കുന്നത്. ഒരു മഠത്തിലുള്ള ചില കന്യാസ്ത്രീയമ്മമാർക്കൊക്കെ ഇന്നുള്ള ചില നമ്മുടെ നല്ല അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കൊക്കെ അവരുടെ മുമ്പിൽ ഈശോയുടെ നല്ല ഇടയനടുത്ത സ്ഥാനം അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കന്യാസ്ത്രീയമ്മ അവർക്ക് ജീവിതത്തിൽ സ്വന്തം അമ്മയുടെ എത്രയോ മേൽ അവർക്ക് ത്യാഗമെടുത്ത് അവർ കൊണ്ട് ശുശ്രൂഷ ചെയ്തവരാണ്. ഇന്ന് ഈ നല്ല ഇടയന് ആവശ്യപ്പെടുന്ന മറ്റൊന്നുമല്ല, ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച നല്ല ഇടയന്മാരെ നമുക്ക് മാറാം. എൻ്റെ മുമ്പിലുള്ള എനിക്ക് തമ്പുരാൻ പരമേൽപ്പിച്ചിരിക്കുന്ന മക്കളാണ് എൻ്റെ അജഗണങ്ങൾ എങ്കിൽ അവർക്ക് മുമ്പിൽ സ്വാർത്ഥം മാറ്റിവെച്ച് അവർക്ക് വേണ്ടി എനിക്ക് പറ്റുവോളം അവരുടേതായി മാറുക. അവിടെ ഞാൻ നല്ല ഇടയനായി മാറും. എൻ്റെ ഇടവകയിൽ എനിക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന ആളുകളുടെ ഇടയിലൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ഉപേക്ഷിച്ച് സ്വന്തം ജീവൻ ബലികഴിക്കുവോളം എൻ്റെ ജീവിതം മാറ്റിവെക്കുമ്പോൾ അവിടെ നമ്മളൊക്കെ നല്ല ഇടയരായി മാറുകയാണ്. ഈ നോമ്പുകാലം അതിന് ഏറ്റവും നല്ല അവസരമാണ്. നമ്മളെടുക്കുന്ന നോമ്പ്, ഉപവാസം, പ്രാർത്ഥന, പരിത്യാകൃത്യങ്ങളൊക്കെ ഈ സ്വയം വേണ്ട എന്ന വ്യക്തിൻ്റെ മറ്റ് ചിത്രങ്ങളല്ലേ. ഈ നോമ്പുകാലത്ത് നമുക്ക് ഈശോയുടെ വഴിയെ പിന്തുടർന്ന് പോകാം. നമ്മുടെ അജഗണങ്ങളെ നമുക്കൊന്ന് കണ്ണുയർത്തി നോക്കാം. ഈശോ പറയുന്ന പോലെ ഈ ആലയിലല്ലാത്ത ഒരുപാട് അജഗണങ്ങൾ എനിക്കുണ്ട്. ഞാനിപ്പോൾ നോക്കുന്ന ശുശ്രൂഷിക്കുന്ന ചില ആളുകൾക്കും പുറമെ എൻ്റെ അജഗണങ്ങളായി യഥാർത്ഥ തീരേണ്ട ഒരുപാട് പേർ എൻ്റെ ആലയ്ക്ക് പുറത്തു നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി ചേർത്ത് പിടിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കാം. ഞാൻ കൊടുക്കുന്ന ത്യാഗത്തിൻ്റെ അളവ് അതിരുകൾ വർദ്ധിപ്പിച്ച് ഒരുപാട് പേരിലേക്ക് എത്തിച്ചേരുമ്പോൾ അവർക്ക് കൂടി ഞാൻ നല്ല ഇടയനായി മാറുകയാണ്. ഞാൻ ചെന്നെത്തുന്ന എൻ്റെ ജോലി മേഖലകളിൽ, അയൽപക്ക ബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ, ഇടവകയിൽ, സമൂഹത്തിലൊക്കെ ഒരുപാട് അജഗണങ്ങളെ എൻ്റെ ആലയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ഇവർക്കൊക്കെ ഞാൻ നല്ല ഇടയനായി മാറുകയാണ്.
ഈശോയുടെ യഥാർത്ഥ അനുയായികളായി മാറുകയാണ്. ഈശോയെ അനുകരിക്കുന്നവരാണല്ലോ യഥാർത്ഥ ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിനെ അനുകരിക്കുന്നവരും അനുഗമിക്കുന്നവരും ഈ നോമ്പുകാലം ഈ നല്ല ഇടയൻ്റെ വഴിയെ പിന്തുടരാം. നമുക്ക് അത് കുരിശിൻ്റെ വഴിയാണെന്ന് മറക്കാതിരിക്കാം. ഓരോ കുരിശിൻ്റെ വഴി ചൊല്ലി ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴും ഞാനും ഇതുപോലെ പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോയാലാണ് ഈ ഇടയൻ്റെ പിൻതലമുറക്കാരനാവുക എന്ന ചിന്ത നമുക്ക് മറക്കാതിരിക്കാം. എൻ്റെ ത്യാഗങ്ങളെ, സഹനങ്ങളെ ഒക്കെ പ്രതീക്ഷയോടെ അതിജീവിക്കാനുള്ള ഒരു കരുത്തും ഈ നല്ല ഇടയൻ തരുന്നുണ്ട്. ഈ വഴിയിലൂടെ പോയപ്പോൾ നല്ല ഇടയൻ എത്തിച്ചേർന്നത് നിത്യാനന്ദത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ പാതയിലാണെങ്കിൽ കുരിശിൻ്റെ വഴിയിലൊക്കെ അവസാനിക്കേണ്ടത് ഒരു ഉയിർപ്പിൻ്റെ വഴിയിലാണെന്ന ചിന്ത കൂടി നമുക്ക് പ്രത്യാശയിലേക്ക് കടന്നു വരാൻ സഹായിക്കട്ടെ. ഇന്നത്തെ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരിക്കൽ നിത്യമായ സന്തോഷത്തിലേക്ക് നയിക്കുന്നതാണെന്ന ചിന്ത നമുക്ക് മറക്കാതിരിക്കാം. നല്ല ഇടയൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.